സഹിഷ്ണുതയെക്കുറിച്ചാണ് ചർച്ച എന്നതുകൊണ്ട് തന്നെ പതിവിന് വിപരീതമായി ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് കൂടുതൽ സഹിഷ്ണുത പുലർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളും ഇതേ നയം തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ആദ്യം ശ്രീ ടി.ജി. മോഹൻദാസിലേക്ക്. ശ്രീ മോഹൻദാസ്, ഇന്ന് ലോക്സഭയിൽ ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു കേട്ടത് സോഷ്യലിസവും സെക്യുലറിസവും ഒന്നും തുടക്കത്തിൽ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. അത് ശ്രീ ബി.ആർ. അംബേദ്കറുടെ ലക്ഷ്യങ്ങളായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതല്ല അത്. ഇങ്ങനെ സെക്യുലറിസത്തെയും സോഷ്യലിസത്തെയും ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ആ പദങ്ങളെ, അതിൻ്റെ പ്രിയാമ്പിളിലുള്ള ആ പദങ്ങളെ ഇപ്പോൾ ഇങ്ങനെ എതിർത്ത് രാജ്നാഥ് സിംഗ് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർ ആലി പറഞ്ഞതിൽ വസ്തുതാപരമായ ചെറിയൊരു പശുവുണ്ട്. അംബേദ്കറുടെ ലക്ഷ്യങ്ങളിൽ ഇതുണ്ടായിരുന്നില്ല എന്നൊന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടില്ല. രാജ്നാഥ് സിംഗ് പറഞ്ഞത് 1976 42-ാം ഭരണഘടനാ ഭേദഗതി വഴിക്കാണ് ഈ രണ്ട് വാക്കുകൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നതും കൂടാതെ അന്ന് ഏകാധിപത്യമായിരുന്നല്ലോ. കാര്യം ഫാസിസ്റ്റ് എന്നൊക്കെ ഞങ്ങളെ വിളിക്കുമെങ്കിലും ഫാസിസ്റ്റ് ആൾ വേറെ ആയിരുന്നല്ലോ. അതിപ്പോൾ എല്ലാവരും മറന്നു പോകുന്നൊരു ചരിത്രമാണ്. അപ്പോൾ ആ രണ്ട് വാക്കുകളെന്ന് എഴുതി ചേർത്തു. അതിനു മുമ്പും ഇന്ത്യ സെക്യുലർ തന്നെയായിരുന്നു, ഇല്ലേ? സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ മതേതരത്വം അഥവാ സെക്യുലറിസം എന്നുള്ള വാക്ക് ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഇതാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അത് ശരിയുമാണ്. കാരണം ആർക്കും അതിനൊരു നിർവചനമില്ലല്ലോ. ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന രീതിയിലാണ്. ചിലപ്പോൾ രാഷ്ട്രീയവും മതവും തമ്മിൽ കൂടിക്കലർത്തരുതെന്ന് പറയും. അഥവാ കലർത്തുകയാണെങ്കിൽ എല്ലാ മതവും കൂട്ടിക്കലർത്തണമെന്ന് പറയും. ഇതെന്താ ചെയ്യേണ്ടത്? ആരെ എന്താ ചെയ്യേണ്ടത്? ഒരു നിർവചനം സുപ്രീം കോടതി നിർവഹിച്ചിട്ടില്ല, ആരും നിർവഹിച്ചിട്ടില്ല. ആർക്കും തോന്നിയ പോലെ വ്യാഖ്യാനിക്കാം. അങ്ങനൊരു പദമായിട്ട് മാറി മതേതരത്വം. അത് അദ്ദേഹം തുറന്ന് പറഞ്ഞു. അതിൽ തെറ്റെന്താ? എനിക്കതിൽ യാതൊരു തെറ്റും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അംബേദ്കറിനെ ഈ ചർച്ചയിൽ വലിച്ചഴിക്കേണ്ട കാര്യമില്ല. അംബേദ്കറിനെ പറ്റി എന്തുകൊണ്ടാണ് സോണിയാഗാന്ധി പറഞ്ഞത്? അവർക്ക് എന്തുമാത്രം അംബേദ്കറിനെ പറ്റി അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 തവണയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം അംബേദ്കർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. 2 തവണയും കോൺഗ്രസ് അദ്ദേഹത്തെ തോൽപ്പിച്ചു. വെറുതെ എന്തിനാണ് കോൺഗ്രസ് ഈ അംബേദ്കറിനെ പറ്റി ചൊല്ലി ആണയിടുന്നത്? അവർക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഭരണഘടന നിലവിൽ വന്നു കഴിഞ്ഞ ഉടനെ അംബേദ്കർ കോൺഗ്രസ് വിട്ടു, രാജാജി കോൺഗ്രസ് വിട്ടു, ശ്യാമപ്രസാദ് മുഖർജി കോൺഗ്രസ് വിട്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയത് ഇങ്ങനെ? അപ്പോൾ അംബേദ്കറിനെ ചൊല്ലി ആണയിടാൻ കോൺഗ്രസ്സിന് യാതൊരു യോഗ്യതയുമില്ല. ഇതാണ് രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ശ്രീ ടി.ജി. മോഹൻദാസ്, ഒന്നുകൂടി അത് ഒന്ന് വ്യക്തമാക്കിയാൽ, ഇവിടെ ഡോക്ടർ അംബേദ്കറിനെ ആരൊക്കെ മാനിക്കുന്നു, അദ്ദേഹത്തെ എത്രമാത്രം പുകഴ്ത്തുന്നു എന്നുള്ളതല്ലല്ലോ വിഷയം. സെക്യുലറിസം, സോഷ്യലിസം ഈ 2 പദങ്ങളാണ്. മതനിരപേക്ഷത ഒരുപാട് ദുരുപയോഗം ചെയ്ത പദമാണ്. അതുകൊണ്ട് തന്നെ അത് മാറ്റണം. ഇന്ത്യ അല്ലാതെ തന്നെ സെക്യുലർ ആണ്, അത് അംബേദ്കർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് അന്ന് പറയാതിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിൽ ഭരണഘടനയിൽ ആവശ്യമുള്ളതല്ല എന്ന തരത്തിൽ ഇപ്പോൾ പറയേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? ഇത്രയും കാലം ഇതൊക്കെ അർത്ഥമറിയാതെയാണോ ആളുകൾ ഇന്ത്യയിൽ ഉപയോഗിച്ചതും ജീവിച്ചതും? സംശയം എന്താ? സെക്യുലറിസം എന്നുള്ള വാക്ക്, മതേതരത്വം എന്നുള്ള വാക്ക് എല്ലാവരും തോന്നിയാസം വ്യാഖ്യാനിക്കുകയല്ലേ. എനിക്ക് എൻ്റെ വ്യാഖ്യാനം, രാകേഷിൻ്റെ വ്യാഖ്യാനം, ഡോക്ടർ ലാലിൻ്റെ വ്യാഖ്യാനം. ഓരോരുത്തരും അവരവർക്ക് അനുകൂലമായ രീതിയിൽ മതേതരത്വത്തെ ഉപയോഗിക്കുന്നു. അതാണ് രാജ്നാഥ് സിംഗ് തുറന്നു പറഞ്ഞത്. അത് ഭരണഘടനയിൽ ഇരിക്കുന്നതുകൊണ്ട് ആർക്കും ദോഷമൊന്നുമില്ല. ഇപ്പം ഞാൻ പറയട്ടെ, സോഷ്യലിസം എന്നുള്ള വാക്ക് അവിടെ ഇരിപ്പുണ്ട്. സോഷ്യലിസവും നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നടപടികൾ BJP സർക്കാരിൻ്റെ ആണെങ്കിലും അതിനു മുമ്പുള്ള കോൺഗ്രസ് സർക്കാരിൻ്റെ ആണെങ്കിലും അവിടെ എവിടെയായിട്ട് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ ആണെങ്കിലും ആരെങ്കിലും സോഷ്യലിസമാണോ നടപ്പിലാക്കുന്നത്? അവിടെ ഇവിടെ അല്പസ്വല്പമൊക്കെ സോഷ്യലിസത്തിൻ്റെ അംശങ്ങൾ കണ്ടു എന്ന് വരാം. പക്ഷേ ഇതൊന്നും അല്ലല്ലോ സോഷ്യലിസം, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഭരണഘടന എടുത്തു കളയണമെന്നും ആരും പറയുന്നില്ല, അതവിടെ ഇരുന്നോട്ടെ എന്ന്. പക്ഷേ അത് ഈ ശരിയായ അർത്ഥത്തിലല്ല ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. അതിന് ഭരണഘടന മാറ്റണമെന്നൊന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. അതവിടെ ഇരുന്നോട്ടെ, ആർക്കും ശല്യമില്ലല്ലോ. തിരിച്ചു വരാം ശ്രീ ടി.ജി. മോഹൻദാസ്. ശ്രീ കെ രാഗേഷ്, കോൺഗ്രസ് മറുപടി പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ശ്രീ ടി. സിദ്ദിഖ് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ശ്രീ കെ രാഗേഷിനും ശ്രീ ടി.ജി. മോഹൻദാസ് ചില മറുപടികൾ ഇവിടെ പറയുന്നുണ്ട്. ഈ അർത്ഥത്തിൽ മതേതരത്വം എല്ലാവരും തോന്നുന്നത് പോലെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശരിയായ അർത്ഥത്തിൽ
ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അത് മനസ്സിലാക്കി തരാനുള്ള ശ്രമം നടത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണോ മനസ്സിലാക്കേണ്ടത്? ശ്രീ മോഹൻദാസിന് മതേതരത്വം എന്ന മതനിരപേക്ഷത എന്ന വാക്കുകൊണ്ട് ഭരണഘടനയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവ്യക്തതയൊന്നും ആ പദം സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് എവിടെയില്ല. നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച്, ഭരണകൂടത്തെ സംബന്ധിച്ചാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഭരണഘടനയിൽ വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് സെക്കുലറാണ്. സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ മതത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മതം രാഷ്ട്രീയത്തിലോ ഭരണ നിർവഹണത്തിലോ ഇടപെടാതിരിക്കുന്ന അവസ്ഥ, അതുതന്നെയാണ് സെക്കുലറിസം എന്ന് പറയുന്ന പദം കൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ വളരെ കൃത്യമായ വ്യക്തത വരുത്തിയിട്ടുള്ളത്. അതിലൊരു അവ്യക്തതയുടെയും പ്രശ്നമില്ല. അവ്യക്തതയുള്ളത് കൊണ്ട് അതിനെ വ്യക്തമായി നിർവചിക്കാൻ വേണ്ടി ശ്രീ രാജ്നാഥ് സിംഗ് ഇവിടെ ശ്രമിക്കുകയെന്നല്ല ചെയ്തിട്ടുള്ളത്. അടിസ്ഥാനപരമായി BJPക്ക്, സംഘപരിവാർ ശക്തികൾക്ക് മതനിരപേക്ഷത എന്ന പദം എല്ലാ ഘട്ടത്തിലും അലോസരമുണ്ടാക്കുന്നുണ്ട്. ആ അലോസരമാണ് ഇപ്പോൾ ഭരണഘടനയുടെ പേര് പറഞ്ഞ്, അതല്ലെങ്കിൽ ഈ പറയുന്ന അംബേദ്കറുടെ, മഹാനായ അംബേദ്കറുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച നടത്തുന്നത് വഴി യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകമായ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് സെക്കുലറിസം. ബേസിക് പ്രിൻസിപ്പിളിൽ ഒന്നാണ് സെക്കുലറിസം. അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് കുറിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് 2 വിഭാഗങ്ങൾക്കെതിരായി കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കടന്നാക്രമണത്തിൻ്റെ ഒരു വശം നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അടുത്ത 4 മാസം കൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ 300 വർഗീയ കലാപങ്ങൾ ഉണ്ടായി എന്നാണ് അത് സംബന്ധിച്ചുള്ള പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ കലാപങ്ങളിലാകെ 86 പേർ, ഔദ്യോഗികമായ രേഖയിൽ വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, 86 പേർ കൊല്ലപ്പെട്ടു എന്നും മാസത്തിൽ 75 കലാപമെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്നും ആ കലാപങ്ങളിൽ പ്രതിമാസം 1899 പേർക്ക് ശരാശരി പരിക്കേൽക്കുന്നുണ്ട് എന്നും പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു ഭാഗത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടക്കുന്നു, മറുഭാഗത്ത് ദളിതുകൾക്കെതിരായി നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഹരിയാനയിൽ നടന്നിട്ടുള്ള സംഭവം. നമ്മുടെ ഡൽഹിക്ക് അടുത്തുള്ള പ്രദേശത്ത് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ചുട്ടുകൊന്നതുൾപ്പെടെയുള്ള സംഭവം, ഒരു വൃദ്ധൻ ക്ഷേത്രത്തിൽ പോയി എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തെ വെട്ടിക്കൊന്നതുൾപ്പെടെയുള്ള സംഭവങ്ങൾ, ദളിതുകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം. അത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് 18 മിനിറ്റിൽ ഒരു ദളിതിനെതിരായിട്ടുള്ള ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് BJP അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കണക്ക്. അപ്പോൾ ദളിതുകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടക്കുന്നു, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടക്കുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ BJPയുടെ സംഘപരിവാർ ശക്തികളുടെ അടിസ്ഥാന കാഴ്ചപ്പാടായിട്ടുള്ള അവരുടെ താത്വിക നിലപാടിന് അനുസൃതമായിട്ടാണ് രാജ്യത്ത് നടക്കുന്നത്. ഒരു ഭാഗത്ത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടകത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തുക, അതിനാണിപ്പോൾ രാജ്നാഥ് സിംഗ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. സെക്കുലറിസം എന്ന പദത്തെ തന്നെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ മറുഭാഗത്ത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ ദളിത് വിരുദ്ധ പ്രചണ്ഡമായ പ്രചരണത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ വിഭാഗങ്ങൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമണം, ഇത് രണ്ടും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ RSS സംഘപരിവാർ ശക്തികൾ അതിൻ്റെ താത്വിക കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സവർണ സമ്പന്ന മേധാവിത്വപരമായ ഹിന്ദുത്വ അജണ്ട മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഭരണകൂടത്തെ തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണം യഥാർത്ഥത്തിൽ ഈ നീക്കത്തെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഈശ്വർ, ഇപ്പോൾ 2 വാദങ്ങൾ മതേതരത്വത്തെക്കുറിച്ച് ഇന്ന് ലോക്സഭയിൽ ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞതിനെക്കുറിച്ച് കേട്ടുകഴിഞ്ഞു. ഇതിലേതാണ് ശരി? മതേതരത്വം, മതസൗഹാർദ്ദം തുടങ്ങിയ വാക്കുകൾ ഓരോ വ്യക്തികളും പാർട്ടികളും അവരുടേതായ രീതിയിൽ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പൊതുവേ ഇതൊരു അക്കാഡമിക് ഡിസ്കഷൻ ആണെങ്കിൽ നോക്കാം. സെക്കുലറിസം എന്ന വാക്കിന് നമ്മൾ മലയാളത്തിൽ മതേതരത്വം എന്ന വാക്ക് പറയാം, അല്ലെങ്കിൽ മതനിരപേക്ഷത, മതസാപേക്ഷികത. അന്ന് തന്നെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി ഇത് കൊണ്ടുവന്നപ്പോൾ ധർമ്മനിരപേക്ഷല്ല ധർമ്മസാപേക്ഷികത, അതായത് റെസ്പെക്ട് ടുവേർഡ്സ് ഓൾ റിലീജിയൻ, സർവധർമ്മ സമഭാവന എന്നൊരു ഐഡിയ. 3 ബഹുസ്വരത അഥവാ പ്ലൂറലിസം, ഇത് 3മാണ് മേജർ ട്രെൻഡുകൾ. ഇന്ത്യൻ ചരിത്രം എടുത്തു നോക്കിയാൽ 2 തരമാണ് ഇന്ത്യൻ
ഇന്ത്യയിലെ സെക്കുലറിസം ഉള്ളത്. ഒന്നൊരു നെഹ്റൂവിയൻ സെക്കുലറിസമാണ്, രണ്ടൊരു ഗാന്ധിയൻ സെക്കുലറിസമാണ്. അതിൽ നെഹ്റൂവിയൻ സെക്കുലറിസം അല്ലെങ്കിൽ ആന്റി റിലീജിയൻ എന്നൊരു സ്റ്റാൻഡുള്ള സെക്കുലറിസം പരാജയമാണ്. ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിക്ക് അത് ചേരില്ല. ഇന്ത്യയിൽ നിലനിൽക്കുന്നതും നിലനിൽക്കേണ്ടതും ഒരു ഗാന്ധിയൻ സെക്കുലറിസം കാഴ്ചപ്പാടാണ്. അവിടെയാണ് ഒരു കാര്യം നോക്കേണ്ടത്. അംബേദ്കറിനെ ഭരണഘടന എഴുതാൻ ഏൽപ്പിക്കുന്ന ആരാണ് അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ കൊണ്ടുവരുന്നത്? ഗാന്ധിജിയാണ് അംബേദ്കറെ കൊണ്ടുവരുന്നത്. ഗാന്ധിജിയാണ് നെഹ്റുവിനെ പ്ലേസ് ചെയ്യുന്നത്. ആ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം സമഗ്രതയോടെ കണ്ടൊരു വ്യക്തി ഗാന്ധിജിയാണ്. ഗാന്ധിജിയെ മറന്നുകൊണ്ടൊരു ചർച്ച പറ്റില്ല. രണ്ട്, സെക്കുലറിസവും സോഷ്യലിസവും നമ്മുടെ ഭരണഘടനയിൽ ഇംപ്ലിസിറ്റ് ആണ്. അതാണ് അതിൻ്റെ തത്വം. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് നോക്കിയാൽ അത് വരാത്തത്. മൂന്ന്, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം ഇന്നലെ ആയിരുന്നില്ല, ഇന്നല്ല, നാളെയും ആവില്ല. നമ്മുടെ 5000 വർഷങ്ങളിലെ ചരിത്രങ്ങളിൽ നമ്മൾ ഒരിക്കലും ഒരു ഹിന്ദു മാത്രം രാജ്യമായിരുന്നില്ല. പണ്ടാണെങ്കിൽ ചാർവാകന്മാരുണ്ടായിരുന്നു, പണ്ടാണെങ്കിൽ നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഹിന്ദു എന്ന വാക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു കൂടിരിക്കും. സുപ്രീം കോടതി പലതവണ പറഞ്ഞ പോലെ, വിശിഷ്യ 1995 ബ്രഹ്മചാരി സിദ്ധേശ്വർ സായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിൽ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു ഒരു കൾച്ചറൽ ഡിനോമിനേഷൻ ആണ്, ഒരു റിലീജിയൻ എന്നതിനേക്കാൾ ഒരു കൾച്ചറൽ ഡിനോമിനേഷൻ ആണ്. ഈ ഒരു ബൗദ്ധിക സംവാദം തുടരണമെന്നും മതസാപേക്ഷികത എന്ന രീതിയിൽ അത് മാറണമെന്നും ബഹുസ്വരത എന്ന രീതിയിൽ മാറണമെന്നും പ്ലൂറലിസവും ഗാന്ധിയൻ സെക്കുലറിസവുമാണ്, നെഹ്റൂവിയൻ സെക്കുലറിസം അല്ല, ഗാന്ധിയൻ സെക്കുലറിസവുമാണ് നമ്മൾ മുമ്പോട്ട് വെക്കേണ്ടത്. അത് തന്നെയായിരുന്നു BJP തുടങ്ങിയ ആശയം. BJPയുടെ സ്ഥാപിതമായ ഫിലോസഫി ഗാന്ധിയൻ സോഷ്യലിസമാണ്. നമ്മൾ പലരും മറന്നു പോകുന്നൊരു കാര്യമാണ്. ആ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ അത് തന്നെയാണ് കോൺഗ്രസിന്റെയും തത്വചിന്ത, ആ ഗാന്ധിയൻ സോഷ്യലിസ്റ്റിന്റെ പരിപ്രേക്ഷ്യത്തിലേക്ക്, ആശയ പരിപ്രേക്ഷ്യത്തിലേക്ക് നമുക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ കഴിയണം. അതായിരിക്കും ഇന്ത്യക്ക് മുമ്പോട്ട് പോകാനുള്ള വഴി. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇത് ഇത്രയൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞകാല ഇന്ത്യ ചരിത്രത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് കണ്ട സെക്യുലറിസവും BJP ഇപ്പോൾ അനുവർത്തിക്കുന്ന സെക്യുലറിസവും എല്ലാം ഒന്ന് തന്നെ. ഇത് ശരിയാണ്, ഈ ഭരണഘടനയിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ ആണ് ശ്രീ രാഹുൽ ഈശ്വർ അതിനെ വീക്ഷിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ ആ സെക്യുലറിസം ഉണ്ട് എന്ന അർത്ഥത്തിൽ തന്നെ. പിന്നെ എന്നിട്ടും എന്തുകൊണ്ട് രാജ്നാഥ് സിംഗ് ഇന്നിങ്ങനെ പറയുകയും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ അതിനെ എതിർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ചില ഭീഷണികൾ നേരിടുന്നു എന്നും പറയുന്നു? 3 കാര്യങ്ങളാണ്. ഒന്ന്, രാഹുൽ നടത്തിയ ചരിത്രപരമായ വായന ഞാൻ ഏതാണ്ടൊക്കെ ഒത്തുപോകുന്നതാണ്. കാരണം നമ്മുടെ ഉപനിഷത്ത് കാലഘട്ടം തൊട്ടിട്ട് ഒരു സർവ്വധർമ്മ സമഭാവന എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ ഇവിടെ ഉണ്ട്. ഇൻഡസ് സിവിലൈസേഷൻ്റെ കാര്യം നമുക്ക് എന്താണെന്ന് അറിയില്ല, അവിടെ ഏത് രീതി ജാതി മതം ഉണ്ടായിരുന്നൊന്നും അറിയില്ല. എങ്കിൽ പോലും ഇൻഡസ് സിവിലൈസേഷൻ 2000 വർഷം മാറ്റിക്കഴിഞ്ഞാൽ ഒരു 3000 വർഷം ഇങ്ങോട്ട് ഇന്ത്യയിൽ നമ്മളിപ്പോൾ ജനപദങ്ങളുടെ കാലഘട്ടം എടുത്തു നോക്കുകയാണ്. അതാണല്ലോ ബിന്ദുസാറിൻ്റെ ആ ഒരു കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഹൈന്ദവ സമുദായം അല്ല വൈദിക സമൂഹത്തിൽ തന്നെ ഒരുപാട് വിവാദപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അന്ന് അവിടെ തൊട്ട് ഇവിടം വരെ വിവിധ ധർമ്മങ്ങളും വിവിധ ആശയങ്ങളും ഡെഫിനറ്റ് ആയിട്ട് 6 സ്കൂൾസ് ഓഫ് ഇന്ത്യ ഫിലോസഫി എല്ലാം ഒരുമിച്ച് നിന്നിരുന്ന ഒരു കാലഘട്ടം. പിന്നെ മുസ്ലിംസ് വന്നപ്പോൾ അവരെല്ലാം തന്നെ കേരളത്തിൽ മാത്രമല്ല രാഷ്ട്രകൂട രാജാക്കന്മാരെല്ലാം അക്കോമഡേറ്റ് ചെയ്തിരുന്നു. അതിനോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഭരണഘടനയിൽ ഈ സംഭവം ഉണ്ട് ഓൾറെഡി. അത് ഇന്ദിരാഗാന്ധി അത് പിന്നെ ഇതിൻ്റെ സമയത്ത് അടിയന്തരാവസ്ഥ സമയത്ത് ഉൾക്കൊള്ളിച്ചു എന്നല്ലാതെ അതിന് മുമ്പേ ഓൾറെഡി ഉള്ള ഒരു കാര്യമാണ്. പിന്നെ അത് കൃത്യമായി എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യത്തിന് വിയോജിപ്പൊന്നുമില്ല. നമുക്കിപ്പം വിയോജിക്കേണ്ട വിഷയം നെഹ്റുവിയൻ സോഷ്യലിസം എന്ന കാര്യം രാഹുൽ പറഞ്ഞു. നെഹ്റുവി ഇന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മാത്രമേ ഫ്യൂഡലിസ്റ്റിക് ആയിട്ട് ഇന്ന് പിന്നെ 50% ആളുകൾ പിന്നെ വിദ്യാഭ്യാസം കിട്ടാത്ത സ്ത്രീകളെല്ലാം ഒരുപാട് പിന്നിൽ നിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ പറഞ്ഞ പോലെ നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫിലും ഈ ഇസ്ലാമിനെ കൊണ്ടൊക്കെ പറഞ്ഞതിൻ്റെ ഈ റിലിജൻ ഒരു സ്വാധീനമുണ്ട്. നമ്മുടെ എന്താ പറയുക, സേക്രഡ് അല്ലാത്ത പ്രൊഫൈൻ ആയിട്ടുള്ള പബ്ലിക് ഡൊമൈനിലും സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നെഹ്റുവിയൻ സോഷ്യലിസത്തെ അപേക്ഷിച്ച് കേരളത്തിലെ കോണ്ടക്സ്റ്റിൽ, ഉത്തരേന്ത്യയിലെ കോണ്ടക്സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഗാന്ധിയൻ സോഷ്യലിസം തന്നെയാണ് പ്രസക്തി. ഇതിന് വിയോജിപ്പ് എന്തുകൊണ്ട് രാജ്നാഥ് സിംഗ് പറയുന്ന ഈ കാര്യത്തെ നമ്മൾ പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നു? ഇവിടെയാണ് നമ്മൾ രാകേഷ് പറയുന്ന കാര്യം എനിക്ക് യോജിക്കേണ്ടി വരുന്നത്. കാരണം എന്ന് വെച്ചാൽ BJP അധികാരത്തിൽ വന്ന് ഈ ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളുടെ ഭീതിതമായ വർധനം. അതിപ്പോൾ ഒരുപക്ഷേ എൻ്റെ സുഹൃത്തായ ശ്രീ മോഹൻദാസൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്ന് പറയും. റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നം ഇത്രമാത്രം അടുത്ത കാലത്ത് കോൺഗ്രസ് ഭരിച്ച സമയത്തോ ഒന്നും തന്നെ കോൺഗ്രസിനൊന്നും വിമർശിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും മടിച്ചൊന്നുമില്ല. അത്യധികം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയും കോൺഗ്രസിനെ താഴെ ഇറക്കിയ ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങളാണ്. എന്തുകൊണ്ട് ഇത്രമാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു? ഇനി കഴിഞ്ഞ ഒരു 4 മാസം ഇടയ്ക്ക് ഹിന്ദു റിപ്പോർട്ട് ചെയ്ത 300 കമ്മ്യൂണൽ ആയിട്ടുള്ള കലാപങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉത്തർപ്രദേശാണ്. അപ്പോൾ മോഹൻദാസിന് വേണമെങ്കിൽ പറയാം ഉത്തർപ്രദേശ് ഭരിക്കുന്നത് വേറൊരു ഗവൺമെൻറ് അല്ലേ, മുലായം സിംഗിൻ്റെ മകനല്ലേ. പക്ഷേ എടുത്തു പറയുന്ന രണ്ടാമത്തെ കലാപം ഉണ്ടായത് എവിടെയാണ്?
ഈ അത്താലി എന്ന സ്ഥലം, അത്താലി എന്ന സ്ഥലം ഹരിയാനയാണ്. അവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തായ BJP പണ്ടത്തെ പ്രചാരകമായ BJPയുടെ നേതാവാണ്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്, അതുപോലെ ഗോപദവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രചണ്ഡമായ പ്രചാരണം, പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വിമർശിച്ചാൽ അവർക്ക് പാകിസ്ഥാനിലേക്ക് വിസ അടിച്ചു കൊടുക്കുന്ന ചില പ്രാന്തിമാരുടെ, അവരെ ഞാൻ പ്രാന്തി തന്നെ വിളിക്കുക, അതുകൊണ്ട് എനിക്കൊരു ബഹുമാനമില്ല, അങ്ങനെയുള്ള ചില ആളുകളുടെ ചില സമീപനങ്ങൾ, ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ ഒരു തോന്നൽ ശക്തിപ്പെടുന്നുണ്ട്. അത് ഈ തോന്നൽ ശക്തിപ്പെടുന്ന സമയത്ത് അങ്ങനെ അല്ല എന്ന് കാണിക്കേണ്ട ബാധ്യത BJPക്ക് തന്നെയാണ്. മോഹൻദാസിനെ പോലുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് അത് തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് തിരുത്തിയാൽ നന്നായി, അല്ലെങ്കിൽ നമ്മൾ രാകേഷ് പറയുന്നത് തന്നെ എൻഡോസ് ചെയ്യേണ്ടി വരും ഭാവിയിലും. തീർച്ചയായിട്ടും. ശ്രീ TG മോഹൻദാസ്, ഒരു വളരെ സഹിഷ്ണുതയോടുകൂടിയുള്ള ഒരു ഘട്ടമാണ് ചർച്ചയിൽ ഇപ്പോൾ പിന്നിടുന്നത്. ശ്രീ T സിദ്ദിഖ് അല്പസമയത്തിനകം ചേരുകയും ചെയ്യും. ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമായി ഇന്ത്യയുടെ ചരിത്രത്തെ വിശദീകരിക്കുകയൊന്നും ആയിരുന്നില്ല ശ്രീ രാജ്നാഥ് സിംഗ് ഇന്ന് ലോക്സഭയിൽ ചെയ്തത്. അദ്ദേഹം BR അംബേദ്കറുടെ ചരിത്രമൊക്കെ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കാനായിരുന്നില്ല ശ്രീ TG മോഹൻദാസ്. അതിന് ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം സൂപ്പർ താരം അമീർ ഖാൻ ഉന്നയിച്ച ഒരു വിഷയം, അത് പശ്ചാത്തലത്തിലുണ്ട്. അമീർ ഖാനുള്ള മറുപടിയാണ് ഇന്ന് ശ്രീ TG മോഹൻദാസ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. BR അംബേദ്കർക്ക് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഇന്ത്യ വിട്ടു പോകണം എന്ന് പറഞ്ഞിരുന്നില്ല, ഇന്ത്യ വിട്ടു പോയില്ല എന്ന് പറഞ്ഞത് ഭരണഘടനയെ വിശകലനം ചെയ്യുകയായിരുന്നില്ല ശ്രീ രാജ്നാഥ് സിംഗ്. TG മോഹൻദാസ്, അവിടെയാണ് ഇവിടെ പലരും ചൂണ്ടിക്കാട്ടിയ സമീപകാല ചരിത്രത്തിലെ ഇന്ത്യ കാണുന്ന പല കാഴ്ചകളും ഈ മതേതരത്വം എന്നുള്ളത് BJPയും സംഘപരിവാറും വ്യത്യസ്തമായ അർത്ഥത്തിലാണ്, ഭരണഘടനയിൽ വിഭാവന ചെയ്യുന്ന അർത്ഥത്തിലല്ല മനസ്സിലാക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത്. ശ്രീ TG മോഹൻദാസ്. ഡോക്ടർ ഈ ആമിർ ഖാൻ എന്ന സിനിമാ താരം വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത പരമദൈവമാണ് എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് കൊണ്ടു നടക്കാം, ഞങ്ങൾക്കതില്ല. രാജ്നാഥ് സിംഗ് എന്ന ആഭ്യന്തരമന്ത്രി മുതൽ നിസ്സാരനായ മോഹൻദാസിന് വരെ ആരും വിമർശിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ചിന്തയൊന്നുമില്ല. ആമിർ ഖാനെ വിമർശിക്കും, ആമിർ ഖാനെ വിമർശിക്കും. അതിൽ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. വിമർശിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ആരോഗ്യകരമായി വിമർശിക്കുന്നതിന് പകരം ശ്രീ TG മോഹൻദാസ് പറയുന്ന ഭാഷയിലല്ല ആളുകൾ പറയുന്നത്. വിമർശിക്കുന്നവർ പറയുന്നത് എന്താണ്? ഇന്ന് ശിവസേന പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തെ അടിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? ഇന്ത്യയിൽ ജീവിക്കാൻ പേടി തോന്നുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കൊള്ളൂ. ഇങ്ങനെയാണോ വിമർശനം? അല്ല, നമ്മൾ രാജ്നാഥ് സിംഗിൻ്റെ കാര്യമാണ് പറഞ്ഞത്. രാജ്നാഥ് സിംഗിനെയാണ് ഞാൻ ന്യായീകരിച്ചത്. ഞാൻ ശിവസേനക്കാരനല്ല, ശിവസേനയെ ന്യായീകരിക്കാനും എനിക്ക് ബാധ്യതയില്ല, അറിഞ്ഞും കൂടാ അവരെന്ത് പറഞ്ഞു എന്നൊക്കെ. പക്ഷേ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഇതിനു മുമ്പ് മറ്റേ നോവലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, മുസ്ലിം, അയാളുടെ പേര് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല, അദ്ദേഹത്തിൻ്റെ തൂക്കത്തിൽ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ, മിഡ് നൈറ്റ് ചിൽഡ്രൻസ് ഒക്കെ എഴുതിയ ആൾ സൽമാൻ റുഷ്ദി. അദ്ദേഹത്തിൻ്റെ തൂക്കത്തിൽ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞു. ഉത്തർപ്രദേശിലെ ഒരു മന്ത്രിയാണ് പറഞ്ഞത്, സൽമാൻ റുഷ്ദി. സൽമാൻ റുഷ്ദിയെ കൊന്നാൽ അദ്ദേഹത്തിൻ്റെ അത്രയും തൂക്കത്തിൽ സ്വർണം കൊടുക്കാമെന്നൊരു മന്ത്രി പ്രസംഗിച്ചതാണ്. ആകാശമൊന്നും ഇടിഞ്ഞു വീണില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലൂസ് കാനൻസ് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. അതെടുത്ത് പൊക്കി പിടിച്ചിട്ട് മൊത്തം രാഷ്ട്രത്തെ വിലയിരുത്തി രാജ്യത്തെന്തോ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്നത് പക്വതയല്ല. ഇതൊന്നും ശരിയല്ല. ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായി, കഴിഞ്ഞ 60 വർഷക്കാലത്തിലേറെയായി രാജ്യത്ത് നടക്കാത്ത കാര്യങ്ങൾ 1.5 വർഷം കൊണ്ട് നടക്കുന്നു. ഈ ഭരണഘടനയെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഇത്രയും കാലം നടക്കാതിരുന്ന അർത്ഥങ്ങൾ, കാണാതിരുന്ന അർത്ഥങ്ങളൊക്കെ ഇപ്പോൾ ഈ 1.5 വർഷത്തിൽ പലരും കാണുന്നു. അമീർ ഖാനെ വിമർശിക്കുന്നു, അമീർ ഖാന് പാകിസ്ഥാനിൽ പോകാം. അമീർ ഖാനെ വിമർശിക്കുന്നവരുടെ ഭാഷ എത്ര രൂക്ഷമായാലും അത് പോട്ടെ, നമ്മുടെ ആളുകൾ എന്ന് പറയുന്നു. അതാണ് 2 തരത്തിലുള്ള സമീപനം. അവിടെയാണ് ഈ സെക്യുലറിസവും സോഷ്യലിസവും നിങ്ങൾ കരുതുന്നത് പോലെ അല്ല എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു തരേണ്ടി വരുന്നത്. 2 തരവും 4 തരവും ഒന്നുമല്ല, ഞങ്ങൾക്ക് ആരും പറഞ്ഞു തരികയും വേണ്ട. ഈ ഭരണഘടന എന്ന് പറയുന്നത് ആര് കാത്തു സൂക്ഷിച്ച് എന്ത് ചെയ്തു, എത്ര തവണ ഭേദഗതി ചെയ്യപ്പെട്ടു? ഇത് ഡോക്ടർ ലാലെന്ന് ആലോചിച്ചെങ്കിൽ ഭരണഘടനയുടെ 1ാം ഭേദഗതി എന്തിനായിരുന്നു എന്ന് പറയാമോ? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും മറക്കാൻ തുടങ്ങിയ ചരിത്രമാണ്. ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആയിരുന്നു. മദ്രാസിൽ അതിൻ്റെ സർക്കുലേഷൻ തടഞ്ഞുകൊണ്ട് ഉത്തരവായി.
അതാണ് രമേശ് ശർമ്മ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന കേസ്. രമേശ് താപ്പർ ആയിരുന്നു അതിൻ്റെ പത്രാധിപർ. കേസ് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അയാൾക്ക് അത് പ്രസിദ്ധീകരിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞു. അയാൾ ആകെ ചെയ്ത കുറ്റം ജവഹർലാൽ നെഹ്റുവിനെ അന്നത്തെ സർക്കാരിനെ വിമർശിച്ചു എന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റു ആ ചരിത്രത്തിലേക്ക് പോകരുത് ദയവായി, സമയത്തിന്റെ പ്രശ്നമുണ്ട്. അങ്ങ് അമീർ ഖാൻ വിഷയത്തിലേക്ക് വരൂ. അമീർ ഖാന് മറുപടി കൊടുത്ത രാജ്നാഥ് സിംഗിനെ അങ്ങ് എങ്ങനെ കാണുന്നു? ണ്ടല്ലേ, ഡോക്ടർ ലാലിന് ചൊടിക്കുന്നുണ്ടല്ലേ, ഡോക്ടർ ലാലിന് നെഞ്ചത്ത് കൊള്ളുന്നുണ്ടല്ലേ, ജവഹർലാൽ നെഹ്റുവിനെ പറഞ്ഞപ്പോൾ സഹിക്കുന്നില്ല അല്ലേ? എന്റെ പേരിന്റെ ഒരു ഭാഗത്ത് ലാലുണ്ട്, അതുകൊണ്ടാണ്. അത് പറ, അങ്ങനെ വരട്ടെ, പൂച്ച പുറത്ത് വരട്ടെ. ഞാൻ പറയുന്നത് ഈ കൗണ്ടർ ആർഗ്യുമെന്റ്സ് കേൾക്കുമ്പോൾ കട്ട് ചെയ്യുന്നത് അത് അസഹിഷ്ണുതയുടെ ആദ്യത്തെ ലക്ഷണമാണ് ലാൽ, അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം പറയാത്തത് എന്തിന്റെ ലക്ഷണമാണ് ശ്രീ ടി ജി മോഹൻദാസ്? ചോദ്യത്തിനാണ് ഞാൻ രാജ്നാഥ് സിംഗിന്റെ കാര്യം ചോദിച്ചു, അത് മറുപടി പറഞ്ഞപ്പോൾ നിങ്ങളാണ് ശിവസേനയിലേക്ക് ചാടിയത്, ഞാനാണോ ചാടിയത്? ജോടോ, ഈ ശിവസേനയിൽ നിങ്ങളുടെ കീഴിലാണല്ലോ, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലാണല്ലോ വരുന്നത്. അവർ ഇങ്ങനെ നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ടെങ്കിൽ, രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ദോഷമുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിലയ്ക്ക് നിർത്തണ്ടേ നിങ്ങളുടെ സർക്കാർ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ മൈനർ സംഭവങ്ങളല്ലേ. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പിന്നാലെ ഓടാൻ പറ്റുമോ? അതൊക്കെ 2 ദിവസം എന്തെങ്കിലും പറയും. നിങ്ങളിത് മാധ്യമങ്ങൾ ആഘോഷിക്കായിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരും മിണ്ടാതെ ആയിക്കോളും. നിങ്ങൾ അവർക്ക് അമീർ ഖാന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ കരുതാതിരുന്നത്? അദ്ദേഹം പറഞ്ഞത് 2 ദിവസം കഴിയുമ്പോൾ ആളുകളൊക്കെ മറന്നോളും എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് കളഞ്ഞില്ല BJP? ഏത് കേട്ടില്ല? അമീർ ഖാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ കണ്ടില്ല BJP? അല്ല, അത് തീർന്നില്ലല്ലോ. അമീർ ഖാന്റെ വെടിക്കെട്ട് തീർന്നില്ലല്ലോ. അമീർ ഖാന്റെ വെടിക്കെട്ട് തീരണമെങ്കിൽ NDTVക്ക് അയച്ച നോട്ടീസ് പിൻവലിക്കണം. അതുകൊണ്ട് അത് ഉടനെയൊന്നും തീരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. KK രാഗേഷ് എന്തോ പറയുന്നുണ്ട്, ആ ശബ്ദം കൂടി നമുക്ക് കിട്ടേണ്ടതാണ്. ഞാൻ KK രാഗേഷിലേക്ക് തിരിച്ചു വരാൻ മുമ്പ് ശ്രീ ടി സിദ്ദിഖ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ടി ജി മോഹൻദാസ് ദയവായി ആദ്യഘട്ടത്തിൽ ചേരാതിരുന്ന ടി സിദ്ദിഖിന് ഒരല്പസമയം ഇപ്പോൾ കൊടുക്കേണ്ടതുണ്ട്. ടി സിദ്ദിഖ്, കോൺഗ്രസിന് മനസ്സിലാകാത്ത സെക്കുലർ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇപ്പോൾ രാജ്നാഥ് സിംഗ് ഇന്ന് പറഞ്ഞു തരുന്നത് കേട്ടില്ലേ? അതനുസരിച്ച് നിങ്ങൾ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതല്ലാതെ അമീർ ഖാനോ മറ്റുള്ളവരോ എന്തെങ്കിലുമൊക്കെ പറയുന്നതിൻ്റെ പിന്നാലെ നിങ്ങൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട്, മാധ്യമ ശ്രദ്ധ ആ വഴിക്കൊക്കെ പോകുന്നത് കൊണ്ട് തെറ്റായ അർത്ഥത്തിൽ നിങ്ങൾ പോകുന്നു എന്നുള്ളതല്ലാതെ BJP മനസ്സിലാക്കുന്ന ശരിയായ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇടയില്ല. ഇതൊക്കെയാണ് ടി ജി മോഹൻദാസ് ഇപ്പോൾ പറയുന്നത്. അല്ല, പിന്നെ നിങ്ങളവിടെ കേൾക്കുമോ എന്ന് എനിക്കറിയില്ല, ടെക്നിക്കലി റെഡിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഒന്ന്, അമീർ ഖാനും ഷാറൂഖ് ഖാനും രഘുറാം രാജനും ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരും സാംസ്കാരിക പ്രവർത്തകന്മാരും ബുദ്ധിജീവികളുമൊക്കെ പറയുന്നതായ കാര്യങ്ങളൊന്നും രാജ്നാഥ് സിംഗിനോ അമിത്ഷായ്ക്കോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ ഒന്നും ബോധ്യപ്പെടില്ല എന്നുള്ളത് എല്ലാ ആളുകൾക്കും നന്നായിട്ടറിയാം. ഇവർക്ക് ഇവരുടേതായിരിക്കുന്ന സമീപനമുണ്ട്. ഇപ്പോൾ ഇവർ ഇന്ന് പാർലമെന്റിൽ ചെയ്തിട്ടുള്ള സമീപനം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണല്ലോ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്ന് അംബേദ്കറെ മാത്രം എടുത്ത് ഒരു പ്രത്യേകമായ ഒരു സമീപനത്തിലേക്ക് പോകാനുള്ള BJPയുടെ ശ്രമമാണ് ഇന്ന് പാർലമെന്റിൽ കണ്ടിട്ടുള്ളത്. നേരത്തെ അത് സമാനമായ സാഹചര്യം നേരത്തെ ഉണ്ടായി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ കാര്യവും 12 കൊല്ലം ഗുജറാത്ത് ഭരിച്ചപ്പോൾ സർദാർ പട്ടേലിന്റെ വീട്ടിൽ പോകാത്ത നരേന്ദ്രമോദി, സർദാർ പട്ടേലിന്റെ ജന്മദിനം ആഘോഷിക്കാത്ത നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നു വരുന്നതിന്റെ ഭാഗമായി സർദാർ പട്ടേലിനെ പിടിച്ച് RSS പാളയത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതായിരിക്കുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവർ വന്ന ഉടനെ തന്നെ ചെയ്തതായിരിക്കുന്ന ഒരു പ്രവർത്തനം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്തതായ പ്ലാനിംഗ് ബോർഡ് നിർത്തലാക്കി നീതി ആയോഗ് കൊണ്ടുവന്നു. അങ്ങനെ സമാനമായിട്ടുള്ള ഒരുപാട് നടപടികൾ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്വീകരിച്ചതിന്റെ ഫലമായി ഇവർ ഒരു കാര്യം വളരെ കൃത്യമായി ഈ ജനത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം ഞങ്ങളെ നിയന്ത്രിക്കുന്നത് RSS ആണ് എന്നുള്ളതാണ്. ഞങ്ങളെ നിയന്ത്രിക്കുന്നത് സംഘപരിവാറാണ് എന്നുള്ളത്. 1ാം വാർഷികത്തിൽ നരേന്ദ്രമോദി ജനങ്ങളോടല്ല കണക്ക് പറയാൻ പോയത്. കണക്ക് പറയാൻ നേരെ പോയത് 91ഓളം വരുന്ന സംഘപരിവാർ സംഘടനകളുടെ യോഗം ഡൽഹിയിൽ വിളിച്ച് ആ യോഗത്തിലാണ് ഇവർ കണക്ക് പറയാൻ പോയിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമാണ്.
ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൗനവും അമിത്ഷായുടെ മൗനവും BJP നേതൃത്വം കൊടുക്കുന്നതിന്റെ സമീപനവും വളരെ ഇന്ന് പാർലമെന്റിൽ നടന്ന ഡിബേറ്റ് അടക്കം അവിടെ ഒരു കാര്യം വളരെ കൃത്യമായി ജനത്തോട് വിളിച്ചു പറയുന്നുണ്ട്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നതായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ തൂക്കിക്കൊന്ന ദിവസം വീരബലിദാൻ ദിവസം എന്ന് ഹിന്ദു മഹാസഭ പ്രഖ്യാപിക്കുമ്പോൾ രാജ്യദ്രോഹിയെ ഏറ്റവും വലിയ ദേശാഭിമാനിയാക്കി ചിത്രീകരിക്കുമ്പോൾ മൗനം പാലിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവരുടെ സമീപനം വളരെ ക്ലിയറാണ്. ഇവർക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം ഇന്ന് സെക്യുലർ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള വാചകവും ഈ രാജ്യത്തിന്റെ ചരിത്രവും പൈതൃകവുമാണ്. അതാണ് ഇവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹേതു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, മതനിരപേക്ഷ സമൂഹമാണ്. അതിനെതിരായി വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇവർ തപാൽ സ്റ്റാമ്പുകൾ, ഇന്ദിരാഗാന്ധിയുടെ തപാൽ സ്റ്റാമ്പും രാജീവ് ഗാന്ധിയുടെ തപാൽ സ്റ്റാമ്പിനും നിരോധനം ഏർപ്പെടുത്തുന്ന നടപടിയിലേക്ക് പോയല്ലോ. എന്താ കാരണം? വീര സവർക്കറുടെ തപാൽ സ്റ്റാമ്പ് കൂടുതൽ കൊടുക്കാൻ തീരുമാനിച്ചല്ലോ ഇന്ത്യ രാജ്യത്ത്. എന്താ കാരണം? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന് പറയുന്ന പദപ്രയോഗം വരാൻ ഇടവന്നതിന്റെ കാരണം ഇതുപോലെയുള്ള ഭരണാധികാരികൾ വരും എന്ന് മുൻകൂട്ടി കാണാൻ ഈ രാജ്യത്തെ അന്നത്തെ നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും നിങ്ങൾക്കതിൽ വൈഷമ്യം ഉണ്ടാകും. ആരാണ് RSS? ആരാണ് വീര സവർക്കർ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിൽ ഇവരുടെ പങ്കാളിത്തം എന്താ? 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ബ്രിട്ടീഷ് സേനയുടെ കൂടെ നിൽക്കാൻ ആഹ്വാനം ചെയ്തതായ നേതാക്കന്മാർ ആരൊക്കെയാ? അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. രാജ്യത്തെ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിൽ പങ്കില്ലാത്തവർ ഇന്ന് അംബേദ്കറിനെയും അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെയൊക്കെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് പിടിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കൂട്ടിക്കെട്ടാനുള്ള ശ്രമം, സ്വന്തം പാളയത്തിൽ ആരുമില്ലാതെയാകുമ്പോൾ അപ്പുറത്തുള്ള ആളുകളെ കൂട്ടിക്കെട്ടാനുള്ള ശ്രമം നടത്തി ഇവിടെയുള്ള മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഹീനമായ ശ്രമത്തിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണ ദിവസം കൂടിയാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റ്. തിരിച്ചെത്താം ശ്രീ ടി സിദ്ദീഖ്. നമുക്ക് പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു മിനിറ്റിൽ ശ്രീ KK രാഗേഷ്, നേരത്തെ ശ്രീ TG മോഹൻദാസ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനൊരു മറുപടി താങ്കൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നുമുണ്ടായിരുന്നു. അതൊന്ന് ഒരു മിനിറ്റിൽ പറഞ്ഞാൽ നമുക്കൊരു ഇടവേളയിലേക്ക് പോവാം. മഹാത്മാഗാന്ധിയുടെ മതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടും അതുതന്നെയാണ് RSSന്റെ കാഴ്ചപ്പാടും എന്ന നിലയിൽ അവതരിപ്പിക്കാനുള്ള ഒരു വളരെ ഒരു 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 ഞാനതിന് എന്ത് പദമാണ് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല, ഒരു നിലവാരം കുറഞ്ഞൊരു ശ്രമം കൂടെ നടക്കുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, മഹാത്മാഗാന്ധിയുടെ രാമനും RSSന്റെ രാമനും ഒന്നാണോ? മഹാത്മാഗാന്ധിക്ക് തൻ്റെ പ്രാർത്ഥന പൂർത്തിയാകണമെങ്കിൽ ഭഗവത്ഗീതയുടെ കൂടെ ബൈബിളും ഖുറാനും വായിക്കണമായിരുന്നു. ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങൾ തോറും അദ്ദേഹം പാടി നടന്നത് ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്നാണ്. ഈശ്വരനും അള്ളാഹും നിന്റെ നാമമാണ് എന്നാണ്. ആ മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടും RSSന്റെ കാഴ്ചപ്പാടും ഒന്നാണോ? നമ്മുടെ സകല മതങ്ങളും, എല്ലാ മതങ്ങളും അന്യമത വിദ്വേഷം ഒരു മതവും പറഞ്ഞിട്ടില്ല. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നാണ് പറഞ്ഞത്. ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്നാണ് പറഞ്ഞത്. അന്യമത വിദ്വേഷം അല്ലെങ്കിൽ ഇസ്ലാം വിരോധം അല്ലെങ്കിൽ ക്രൈസ്തവ വിരോധം ഇതൊന്നും ഒരു ഹിന്ദു ദർശനത്തിൻ്റെയും ഹൈന്ദവ ദർശനത്തിൻ്റെയും ഭാഗമല്ല. പക്ഷെ അങ്ങനെയാണ്, അന്യമത വിദ്വേഷമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വളരെ കൃത്യമായി പറഞ്ഞാൽ മതത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് RSS സംഘപരിവാർ ശക്തികൾ ചെയ്യുന്നത്. ഇവിടെ സെക്കുലറിസം എന്ന പദം യഥാർത്ഥത്തിൽ മതത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ തടയുന്നുണ്ട്. അതുകൊണ്ടാണ് സെക്കുലറിസം എന്ന പദത്തോട് യഥാർത്ഥത്തിൽ സംഘപരിവാർ ശക്തികൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്. സെക്കുലറിസത്തിൻ്റെ കൃത്യമായ നിർവചനം നമുക്ക് ഇവിടെ ലഭ്യമാണ്. വേണമെങ്കിൽ ഞാനത് വായിക്കാം. സെക്കുലറിസം ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ സെപ്പറേഷൻ ഓഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പേഴ്സൺസ് മാൻഡേറ്റഡ് ടു റെപ്രസെൻറ്റ് ദ സ്റ്റേറ്റ് ഫ്രം റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റിലീജിയസ് ഡിഗ്നിറ്ററീസ്. ഇതിലെന്താണ് കൺഫ്യൂഷൻ? വളരെ കൃത്യമായി മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്, ഇന്ത്യൻ സ്റ്റേറ്റ് അതൊരു മതരാഷ്ട്രമാണോ അതോ സെക്കുലർ മതനിരപേക്ഷ രാഷ്ട്രമാണോ എന്ന പ്രശ്നത്തിൻ്റെ ഉത്തരമാണ് കൃത്യമായി നമ്മുടെ ഭരണഘടന നൽകുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഒരു മതരാഷ്ട്രമല്ല, മറിച്ച് ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. അതിലാർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇടവേളയിലേക്ക് പോകുകയാണ്. ഇടവേള കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ മതേതര അർത്ഥങ്ങളെ ഇപ്പോൾ മറ്റൊരു രീതിയിൽ രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അസഹിഷ്ണുതയെക്കുറിച്ച് അടുത്തയാഴ്ച പാർലമെൻറ്റിൽ വലിയ ചർച്ച സ്വാഗതം ചെയ്ത BJP സർക്കാർ എന്താണ് ഒരുങ്ങിയിരിക്കുന്നത്? രാഹുൽ ഈശ്വർ, ഈ അമീർ ഖാൻ്റെ പ്രശ്നം ഇതാ ഇപ്പോൾ നടക്കുന്നത് കണ്ടല്ലോ. 1 ലക്ഷം രൂപയാണ് അദ്ദേഹത്തെ അടിക്കുന്നവർക്ക് കിട്ടുന്നത്. ശിവസേന പറഞ്ഞിരിക്കുന്നത് BJPയുടെ ഈ നയം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ ഈ രീതിയിൽ സെക്യുലറിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഭരണഘടനയിൽ സെക്യുലറിസവും സോഷ്യലിസവും അന്ന് എന്തിനാണ് കൊണ്ടുവന്നത് എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴെങ്കിലും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇത് വേണ്ടതാണ്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളെ ഒന്നുകൂടി അടിവരയിടേണ്ട സമയത്ത് അത് എടുത്തു മാറ്റണം എന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഫാക്ട് ആയിരിക്കണം. എടുത്തു മാറ്റണമെന്നൊന്നും ആരും പറഞ്ഞില്ല. അമീർ ഖാൻ ആണെങ്കിലും ഷാറൂഖ് ഖാൻ ആണെങ്കിലും തസ്ലീമ ആണെങ്കിലും അല്ലെങ്കിൽ തിരിച്ച് അപ്പുറത്ത് സൽമാൻ റുഷ്ദി ആണെങ്കിലും ഒക്കെ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കണം. പക്ഷേ അതിന് ഈ പാകിസ്ഥാനിൽ പോകുന്നു എന്ന് പറയുന്ന ലൈൻ ശരിയല്ല. അല്ലെങ്കിൽ ഈ അമീർ ഖാൻ അടി കൊടുത്ത ഈ ആശയ ഡിബേറ്റ് ഇല്ലാതാവും. അല്ല, ഇത് എത്ര തവണ നടക്കുന്നു രാഹുൽ? അപ്പോഴൊക്കെ പറയുന്നത് എന്താണ്? TG മോഹൻദാസ് പറഞ്ഞത് കേട്ടില്ലേ? ഇതൊരു ചെറിയ കാര്യം, അതിന്റെ പുറകെ മാധ്യമങ്ങൾ എന്തിനു പോകുന്നു? അമീർ ഖാനെ പോലുള്ളവർ രാജ്യം വിടാനല്ല ഇതാ എന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത് അത് നമുക്കറിയാം. ശ്രീ AK ആന്റണി നമ്മുടെ നാട്ടിൽ വന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാലോ? എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി ജീവിക്കാൻ പേടിയാവുന്നു, പഴയതുപോലെ അല്ല എന്ന്. ആ അർത്ഥത്തിൽ അമീർ ഖാൻ പറയുമ്പോൾ ഈ രീതിയിൽ കോളിലൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഒരു പാർട്ടിയും പറയുന്നില്ല. എനിക്ക് 30കളിലാണ് പ്രായം. ഇന്ത്യയിലെ 60-65 കോടി ആൾക്കാരും ഈ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. ഇവർക്ക് ആർക്കും ഒരു പ്രത്യേക മതരാഷ്ട്രം വേണം എന്ന അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു മാസം 10-20 അമ്പല പരിപാടികൾക്കും ഹിന്ദു പരിപാടികൾക്കും പോകുന്നത്. എനിക്കൊരു ഹിന്ദു രാജ്യം വേണ്ട, എനിക്കൊരു ഇന്ത്യൻ രാജ്യം മതി. ഈ ഹിന്ദു രാജ്യം വേണ്ടവർ നേപ്പാളിലേക്കും, മുസ്ലിം രാജ്യം വേണ്ടവർ പാകിസ്ഥാനിലേക്കും, കമ്മ്യൂണിസ്റ്റ് രാജ്യം വേണ്ടവർ ചൈനയിലേക്കും, ക്രിസ്ത്യൻ രാജ്യം വേണ്ടവർ ഇറ്റലിയിലേക്കും പോയാൽ ഞങ്ങൾ ബാക്കിയുള്ള ഇന്ത്യക്കാർക്ക് ഇവിടെ സുഖമായി സമാധാനമായി ജീവിക്കായിരുന്നു എന്നൊരു ലൈൻ എടുക്കുന്നതാണ് നല്ലത്. അമീർ ഖാൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പില്ല. ഒരു വരി കൂടെ അവിടെയാണ് ശ്രീ TG മോഹൻദാസ് താങ്കളുടെ പല വരികളും അടിവരയിടുന്ന ശ്രീ രാഹുൽ ഈശ്വറിന് ഇപ്പോ താങ്കളിൽ നിന്ന് ഒരു വിശദീകരണം കിട്ടേണ്ടത് ഇവിടെ തന്നെയാണ്. അമീർ ഖാൻ പറഞ്ഞതിൽ നമുക്ക് എതിർപ്പുകൾ ഉണ്ടാകാം, ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഈ തൊട്ടതിനും പിടിച്ചതിനും പാകിസ്ഥാനിലേക്ക് പോകുന്ന ആരെങ്കിലും പറഞ്ഞതാണ് അത് മാധ്യമങ്ങൾ എന്തിന് ഏറ്റെടുക്കണമെന്ന് ചോദിക്കാതെ ശക്തമായ മറുപടി കൊടുക്കേണ്ട ആഭ്യന്തരമന്ത്രി പറയുന്നു സെക്യുലറിസം മിസ്യൂസ് ചെയ്യുന്നു എന്ന്. അവിടെ നിങ്ങൾ എന്തോ ഒരു പിശക് കാണണ്ടേ? ഒരു പിശകും ഞാൻ കാണുന്നില്ല ഡോക്ടർ ലാൽ. ഞാനേ ഇവിടെ ഇരുന്നുകൊണ്ട് എറണാകുളം മോശമാണെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയും മോഹൻദാസ് എന്നാൽ എറണാകുളം വിട്ടോ വേറെ എവിടെയെങ്കിലും പൊക്കോ എന്ന് പറയും. ആമിർ ഖാനോട് പാകിസ്ഥാനിൽ പോകാൻ പറയുന്നത് പാകിസ്ഥാനിൽ ഒരുത്തൻ ഇരുന്നുകൊണ്ട് ഇവരെയൊക്കെ വിളിക്കുന്നുണ്ട്. ഇത്ര ലളിതമായിട്ടാണോ ശ്രീ TG മോഹൻദാസ് അമീർ ഖാൻ പറഞ്ഞ കാര്യത്തെ കാണുന്നത്? ഇന്ന് രാജ്യം മുഴുവൻ ശ്രീ TG മോഹൻദാസ് അവിടെ ഇരുന്ന് എറണാകുളം മോശമാണെന്ന് പറയുമ്പോൾ രാജ്യം മുഴുവൻ അത് ചർച്ച ചെയ്യുന്നില്ല. അമീർ ഖാൻ അത് മോശമാണെന്ന് പറയുമ്പോൾ ഇന്ത്യ വിട്ടു പോകേണ്ടി വരുന്നു എന്ന് ചിലർക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അടിക്കാൻ 1 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അല്ല, ഈ അടിക്കാൻ 1 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഹെഡ് ഓഫീസിൽ ഇരിക്കുന്ന ശിവസേനക്കാരൻ പോലും പറഞ്ഞു അതിന് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, അതാരോ വിവേകമില്ലാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നാലെ പോകണ്ട. TG മോഹൻദാസ് പറയുന്നതിൻ്റെ ഒരു 10,000 ഇരട്ടി പ്രാധാന്യമുണ്ട് അമീർ ഖാൻ പറയുമ്പോൾ. അതുകൊണ്ടാണ് 10,000 ഇരട്ടി പ്രതികരണം ഉണ്ടായതും. ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും അയാൾക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് പറയും. ആമിർ ഖാൻ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണ്ടേ? ഈ പബ്ലിക് ഫിഗേഴ്സ് ചില കാര്യങ്ങൾ പറയുമ്പോൾ വല്ലാതെ സൂക്ഷിക്കണം. എന്നെപ്പോലെ അല്ലല്ലോ ആമിർ ഖാൻ. ഞാൻ പറയുമ്പോൾ പോലും വല്ലാതെ സൂക്ഷിക്കണം. കാരണം ഞാനൊരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പൊതുസമൂഹത്തിലുള്ള താരങ്ങളുമൊക്കെ ശ്രീ TG മോഹൻദാസ് ഈ അടുത്ത കാലത്തായി സർക്കാരിന് പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുക്കുന്നു. അവർക്ക് കിട്ടിയ അംഗീകാരങ്ങൾ അവർ വേണ്ട എന്ന് വെക്കുന്നു. അമീർ ഖാനെ പോലുള്ളവർ പരസ്യമായി പ്രതികരിക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? അവർ സൂക്ഷിക്കണമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങളല്ലേ സൂക്ഷിക്കേണ്ടത് ഇവരുടെ ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ? അയ്യോ, ശ്രീ TG മോഹൻദാസിലേക്ക് തിരിച്ചെത്താം. ശ്രീ സിദ്ദിഖ്, ഇന്നിപ്പോൾ എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ലോക്സഭയിൽ ചില നിലപാടുകൾ എടുത്ത് മുന്നോട്ട് വന്നത് ഈ അസഹിഷ്ണുതയെ തടുക്കാനുള്ള വലിയ പ്രചരണവുമായി സമരവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഇപ്പോൾ നടത്തിയൊരു പ്രസ്താവന വിവാദമാകുന്നതായാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഭരണഘടനയുടെ മുഖം മാറ്റാൻ ശ്രമിച്ചാൽ, അത് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ രക്തപ്പുഴ ഒഴുകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണോ സഹിഷ്ണുത?
അല്ല അത് പറഞ്ഞതിന്റെ അർത്ഥം സ്വാഭാവികമായി ഇന്ത്യ രാജ്യത്ത് ആ ശ്രമം BJP നടത്തുമ്പോൾ അവര് തന്നെ വർഗീയ കലാപം ഉണ്ടാക്കുകയും അവര് തന്നെ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഇംപ്ലൈഡ് മീനിങ്. അവരാണല്ലോ അതിന്റെ ആളുകൾ, അസഹിഷ്ണുത ആളുകൾ, അവര് തന്നെയാണ് അതിന്റെ ആളുകൾ, അവര് തന്നെ അത് ചെയ്യും, അതാണ് അതിന്റെ ഇംപ്ലൈഡ് മീനിങ്. ഞാൻ ഒരു കാര്യം നേരത്തെ സംസാരിച്ച BJPയുടെ പ്രതിനിധിയോട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഈ RBIയുടെ ഗവർണർ രഘുരാം രാജൻ വളരെ സീരിയസ് ആയിട്ട് അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ചു. എന്തേ അദ്ദേഹത്തെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് അയക്കാഞ്ഞേ? എന്തേ നിങ്ങൾ അമീർ ഖാനി ഷാറുഖ് ഖാനെ ഒക്കെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് കൊടുക്കാനുള്ള പ്രത്യേക? അപ്പോൾ നിങ്ങൾ ഈ രാജ്യത്തിന്റെ പുത്രന്മാരെ മതത്തിന്റെയും ജാതിയുടെയും ഐഡന്റിറ്റിയിൽ തളച്ചിടാനും അവരുടെ മനസ്സിനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താനുള്ള ഒരു നിഗൂഢമായ ലൈനാണത്. അപ്പോൾ രഘുരാം രാജന് വിമർശനമില്ല, ഇവരോട് പ്രത്യേക വിമർശനം. അപ്പോൾ ഏത് മതമാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും വർഗീയതയെ നമ്മൾ എതിർക്കണം, അത് ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാണ് ഷാറുഖ് ഖാൻ? ഷാറുഖ് ഖാന്റെ ഉപ്പ താജ് മുഹമ്മദ് ഖാൻ ഇന്ത്യയിലെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും പിന്നെ ഈ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനും സുഹൃത്തുമാണ്. ഷാറുഖ് ഖാന്റെ ഉമ്മ ലത്തീഫ ഫാത്തിമ ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ കേണലായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വ്യക്തിയുടെ ദത്തുപുത്രിയാണ്. സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിന്റെ ഷാനവാസ് ഖാന്റെ ദത്തുപുത്രിയാണ്. സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിന്റെ കാഹളത്തിൽ നിന്നും ഉദിച്ചുയർന്ന ഇന്ത്യ കണ്ട അഭിമാനകരമായിട്ടുള്ള ഈ സിനിമാ പ്രവർത്തകനെ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് നോക്കിയേ. BJP MP യോഗി ആദിത്യനാഥ് മുംബൈയിൽ പറഞ്ഞത് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ആഫിസ് സയ്യിദുമായാണ് അദ്ദേഹത്തെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചത്. അത് മാത്രമല്ല, ഷാറുഖ് ഖാൻ ഇന്ത്യയിൽ ജീവിക്കുകയാണെങ്കിൽ മനസ്സ് പാകിസ്ഥാനിലാണെന്ന് പറഞ്ഞത് വിജയ് വർഗീയാണ്, നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. നിങ്ങളുടെ പാർട്ടി സ്വീകരിക്കുന്ന സമീപനം എന്താ? ഇവിടെ ഈ രാജ്യത്തുയരുന്ന അസഹിഷ്ണുതയ്ക്കെതിരായി പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തിൽ വരെ ജാതിയും മതവും നിങ്ങൾ പ്രയോഗിക്കുകയാണ്. അപ്പോ മുസ്ലിം ഐഡന്റിറ്റിയിൽ ആരാണ് ഷാറുഖ് ഖാന്റെ ഭാര്യ? ഗൗരി ഹിന്ദുമത. ഷാറുഖ് ഖാന്റെ വീട്ടിൽ ഒരു ഭാഗത്ത് ബിംബാരാധന നടക്കുന്നു, ഒരു ഭാഗത്ത് ഹൈന്ദവ ആരാധന നടക്കുന്നു, ഒരു ഭാഗത്ത് മുസ്ലിം ആരാധന നടക്കുന്നു. ഷാറുഖ് ഖാന്റെ 2 മക്കള്, ഒന്ന് ഹിന്ദു ഒന്ന് മുസ്ലിം. ഞാൻ ചോദിക്കട്ടെ, ഇവരെയൊക്കെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ ഈ രാജ്യത്ത് അസഹിഷ്ണുത പറയുന്ന BJP നിങ്ങളെ ഈ രാജ്യത്തെ ജനം അവഹേളിക്കും, അപമാനിക്കും, നിങ്ങളെ തകർക്കാൻ ശ്രമിക്കും. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നിങ്ങൾക്ക് ബീഹാർ. അവിടെയും നിങ്ങൾ തിരിച്ചറിവില്ല എന്നതാണ് ഇന്ന് പാർലമെന്റിലെ ഡിബേറ്റിൽ നിങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്ന കാര്യം. വലിയ കുഴപ്പത്തിലായി. ക്രിട്ടിക്കൽ മൊമെന്റില് എൻ്റെ ഇതിലെ ചെവിയിലെ ശബ്ദം പോയി. അത് ലാലും ഫക്രുവിനും കൂടെ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ നടത്തിയ ഗൂഢാലോചനയാണ് ഞാൻ ആരോപിക്കുകയാണ്. അതെ, ആ ക്രിട്ടിക്കൽ മൊമെന്റിൽ അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ T സിദ്ദിഖിനോട് 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ പുറകിൽ നിന്ന് കുത്തിയത് സംഘപരിവാറാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധ്വനി എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളല്ല, അത് കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റുകളും കുത്തി. ഞങ്ങൾ കുത്തിയില്ല. സിദ്ദിഖിനോട് എൻ്റെ ഒരു അഭ്യർത്ഥന ഇത്രയേ ഉള്ളൂ, ഇതൊന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് AK ആന്റണിയോട്. കാരണം കോൺഗ്രസ്സിൽ സൈദ്ധാന്തികമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ കഴിവുള്ള 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്, കോൺഗ്രസ്സായിട്ട് നടക്കുന്നുണ്ടെങ്കിലും മനോഭാവം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ നഖശികാന്ത് എതിർക്കുന്ന ഒരാളിനെ ഞാൻ കണ്ടത് T സിദ്ദിഖിനെയാണ് പല ചാനലിലും. സിദ്ദിഖ് പോലും ഇങ്ങനെ പാളിപ്പോകുന്നത് ശരിയല്ല. സാവർക്കർ എന്ത് ചോദിച്ചു എന്ന് ചോദിച്ചാൽ പ്രിയദർശൻ്റെ സിനിമ കണ്ടാൽ മതി, കാലാപാനി, അതിൽ കൂടുതൽ ചരിത്രമൊന്നും പഠിക്കേണ്ട, ഒറ്റ സിനിമയിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും. ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റിലുണ്ടായിരുന്ന ആൾ KT ഷായാണ്. KT ഷാ സംശുദ്ധമായ മതേതരത്വം ആർഗ്യൂ ചെയ്തു വന്ന് എനിക്ക് വളരെ അപ്രീസിയേഷൻ ഉണ്ട്. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ മതേതരത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ ഞാൻ ചരിത്രമാണ്. അതുകൊണ്ടാണോ ആമിർ ഖാനോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നത്? രഘുരാം രാജൻ പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? ഷാറൂഖ് ഖാനും മറ്റും സെലിബ്രിറ്റികൾ പറയുമ്പോൾ അവർക്ക് അവരുടെ മതേതരത്വവും രാജ്യസ്നേഹവും വിളിച്ചറിയിക്കാൻ ചരിത്രം മുഴുവൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയേണ്ടി വരുന്നത്? ഇതൊക്കെ ഈ ചരിത്രം നിങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ TG മോഹൻദാസ്? അല്ല, ഇതിന് ന്യായീകരണം ചരിത്രത്തിൽ നിന്നൊന്നും വേണ്ട. ഇത് ചുമ്മാ നാട്ടുമര്യാദ വെച്ച് നോക്കിയാൽ മതിയല്ലോ. രഘുരാമചാരനെ നേർക്കും ഇതേ പ്രതികരണങ്ങളുണ്ടായതാണ്. പക്ഷേ
രഘുറാം രാജന്റെ വാക്കുകൾ എടുത്ത് ആരും ചർച്ച ചെയ്തൊന്നുമില്ലല്ലോ. രഘുറാം രാജൻ അദ്ദേഹം പറഞ്ഞു, പാകിസ്ഥാനിലേക്ക് അത് പോകാൻ മറ്റു പല ഒരു ചർച്ചകളിലും BJP ഉപയോഗിക്കപ്പെട്ടു. പറഞ്ഞതായി കേട്ടില്ല. ആമിർ ഖാനെ പോലെ ഒരു ശ്രീ ഫിഗർ ടി. അല്ലല്ലോ മോഹൻദാസ്. രഘുറാം രാജൻ. അത് ആ വലിപ്പമില്ലാത്തതുകൊണ്ട്, ആമിർ ഖാന്റെ വലിപ്പമില്ലാത്തതുകൊണ്ട്, അദ്ദേഹം RBI ഗവർണറാണ്. പക്ഷേ നിങ്ങൾ ഈ വലിയ ആളുകളെ നോക്കിയൊക്കെ ഇങ്ങനെ ആക്രമിക്കുന്നതാണ്. ഏത് ഭരണഘടനാ ഏത് വകുപ്പ് അനുസരിച്ചാണ് നിങ്ങൾ വലിയ ആളുകളെ നോക്കി ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നത്? വലിയ വലിയ ആളുകൾക്കും ജീവിക്കണ്ടേ? പാവം നിങ്ങളെപ്പോലുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ശ്രീ ടി ജി മോഹൻദാസ്? അല്ല 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 അങ്ങനെ 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 പറയരുത്. ഞാൻ അങ്ങേക്ക് മറുപടി തരാം. ഞാൻ ശ്രീ കെ രാഗേഷ്, താങ്കൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? അല്ല, ഇവിടെ ശ്രീ മോഹൻദാസ് പറയുന്നത് വളരെ വളരെ കേൾക്കുന്ന സമയത്ത് എന്താണ് ഇത് കേൾക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകുക എന്നത് നമുക്കെല്ലാവർക്കും അറിയാലോ. ഇവിടെ താങ്കൾ നോക്കുക, എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം ഈ സംഭവത്തെ, അല്ലെങ്കിൽ എത്ര ലളിതവൽക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. ഇദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വേറെ രീതിയിൽ പറഞ്ഞ, ഇപ്പോൾ സെക്കുലറിസം എന്ന് പറയുന്ന പദം നമ്മുടെ ഭരണഘടനയുള്ളത് കൊണ്ട് എന്തെങ്കിലും അസഹിഷ്ണുത ശ്രീ മോഹൻദാസ് താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾ നേരെ ഹിന്ദുരാഷ്ട്രം അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രമുള്ള രാജ്യമെന്ന് പറയുന്ന നേപ്പാളിലേക്ക് താങ്കൾ പോയിക്കോ എന്ന് ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ മിസ്റ്റർ മോഹൻദാസ്? അങ്ങനെ പറയാൻ പാടില്ല. ഇങ്ങനെ പറയുന്നതിൻ്റെ മറുപുറമാണ് ഗോവിന്ദ് പൻസാരെ തങ്ങളുടെ നിലപാടിനെതിരായിട്ട് ശാസ്ത്രബോധം ഉയർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊല്ലും എന്നുള്ളതും, കൽബുർഗിയെ കൊല്ലുമെന്നുള്ളതും, ധാബോൽക്കറെ കൊല്ലുമെന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു വശമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ മതത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഏതെങ്കിലും ഒരു മതം ഇവിടെ താങ്കൾ ചർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മതത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ഇവിടെ സുഹൃത്തുക്കളെ. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണോ എതിർക്കുന്നവരെ ശരിപ്പെടുത്തുക എന്നുള്ള ഒരു നിലപാട് ഇവിടെ ഉണ്ട്. ഇവിടെ ഗോവിന്ദ് പൻസാര ഏത് മതക്കാരനാ? അല്ലെങ്കിൽ കൽബുർഗി ആരാ? ധാബോൽക്കർ ആരാ? എന്തിനാ ഇവരെയൊക്കെ കൊന്നത്? അതല്ലെങ്കിൽ ആ ദളിത് പിഞ്ചു കുഞ്ഞുങ്ങളാരാണ്? ഇവിടെ എതിർക്കുന്ന ശബ്ദങ്ങളെ ശരിപ്പെടുത്തുക. യഥാർത്ഥത്തിൽ BJP രാജ്യത്തിൽ വളരാൻ വേണ്ടി ശ്രമിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടാണ്. ജനകീയ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എന്തെങ്കിലും സമരം നടത്തിയിട്ടൊന്നുമല്ല, ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടാണ്. കൃത്യമായി പറഞ്ഞാൽ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് എല്ലാ ഘട്ടത്തിലും സംഘപരിവാർ ശക്തികൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിലൂടെ അന്യമത വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ ഹിറ്റ്ലേറിയൻ ശൈലിയിൽ കൂടെ നിർത്തിക്കൊണ്ടാണ് BJP അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ അധികാരത്തിൽ വന്ന BJP ഈ അന്യമത വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം തുടർച്ചയായി പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് യഥാർത്ഥം നടക്കുന്നത്. ദളിത് കുട്ടികൾ മരിച്ചത് തീ ഉള്ളിന്ന് വന്നതാണ്, അതല്ലാന്ന് റിപ്പോർട്ട് വന്നിരുന്നു. നമ്മളിപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയരുത്. ആ ദളിത് കുട്ടികളുടെ മരണം അങ്ങനെയല്ല. എന്തൊരു സീരിയസ് ആയ ഒരു പോയിന്റ്, ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചകളിൽ 100 കണക്കിന് ആൾക്കാർ താങ്കൾ നുണ പറഞ്ഞു പോകരുത്. ഏത് റിപ്പോർട്ടിൽ പറഞ്ഞു? ശ്രീ രാജേഷിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ആ റിപ്പോർട്ട് തീ ഉള്ളിൽ നിന്നുണ്ടായതാണ് എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ നാളെ പരസ്യമായിട്ട് അങ്ങോട്ട് മാപ്പ് പറയാൻ തീ പടർന്നുണ്ടായതാണെന്ന് ഏത് പോലീസിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരു ചാനൽ വന്ന് പച്ചക്കള്ളം പോലീസിന്റെ റിപ്പോർട്ട് നമുക്ക് കൃത്യമായി അപ്പം കള്ളമായി പറയരുത്. പോട്ടെ, അടുത്തൊരു വരി പറയാൻ അവസരം തരൂ. അതല്ല പറയാൻ വന്നത്. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 100 കണക്കിന് ആൾക്കാർ തീവ്രവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ആരും ഇസ്ലാം ഇൻടോളറന്റ് ആണെന്ന് സ്റ്റീരിയോ ടൈപ്പ് ചെയ്തില്ല. 150 കോടി മുസ്ലിങ്ങളുണ്ട് ഈ ലോകത്ത്. അതേപോലെ 125 കോടി ഇന്ത്യക്കാരുമുണ്ട്. 3-4 സംഭവങ്ങളുടെ പേരിൽ ഇന്ത്യ ആകെ ഇൻടോളറന്റ് ആണ് എന്ന് സ്റ്റീരിയോ ടൈപ്പ് ചെയ്യരുത്. നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നല്ല, സ്റ്റീരിയോ ടൈപ്പ് ചെയ്യരുത്. എനിക്കൊരു ഡിസ്കഷൻ പോലുണ്ട്. പെട്ടെന്ന് പറയണം, ഈ പറയുന്ന ഫാക്ടുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് EH കാരനെ പോലെയുള്ള ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമായി നമ്മൾ വെരിഫൈ ചെയ്യണം. പോലീസ് ഇപ്പോൾ അവിടെ ഹരിയാനയിലാണെങ്കിൽ ഈ BJPയുടെ പോലീസാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ദാദ്രി കേസ് തന്നെ എന്താണ്, പോലീസ് അവിടെ ഈ പറയുന്ന കമ്മ്യൂണൽ ആയിട്ടുള്ള ഇൻടോളറൻസിനെ പറ്റി ഒന്നും പറയുന്നില്ല, ബീഫ് കഴിച്ചതിനെ പറ്റി ഒന്നും പറയുന്നില്ല, മരണം കാണുന്നത് പറ്റി ആൾക്കൂട്ടം വന്ന് അല്ലിക്കൊന്നു പറയുന്നുള്ളൂ. അപ്പോൾ പോലീസ് ഭരണകൂടത്തിന് താല്പര്യങ്ങളാണ് പ്രതിഫലിപ്പിക്കുക. ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കും രാഹുൽ, നമുക്കറിയാലോ പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്, ഇപ്പം മറ്റു പല ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള മറ്റു പല സംഭവങ്ങളായി കൂട്ടി വായിക്കുന്ന സമയത്താണ് ഞാൻ രാകേഷ് ഈ അഭിപ്രായം പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ രാകേഷ് പറഞ്ഞത് ഞാൻ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല, രാഹുൽ പറഞ്ഞതിന് ചെറിയൊരു സ്പേസും കൊടുക്കാം, നമ്മൾ അന്വേഷിക്കും. പക്ഷേ ഞാൻ രാകേഷിന്റെ കൂടെയാണ് നിൽക്കുന്നത്. എന്തായാലും ശരി, ഭരണഘടനയിൽ മതേതരത്വവും സോഷ്യലിസവും ഒക്കെ എടുത്തു കളയുന്നതിനും അതിന് ഗൗരവം കുറച്ചു കാണുന്നതിനും ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ വഴി ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നത് ഇന്ത്യക്ക് യോജിച്ചതാണോ എന്ന് തന്നെയാണ് വരും ദിവസങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അടുത്ത ആഴ്ചയിൽ അത് ഇന്ത്യയുടെ ശബ്ദമായി പാർലമെന്റിൽ മുഴങ്ങിക്കേൾക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്
ശ്രീ കെ രാഗേഷ്, ശ്രീ ടി സിദ്ദിഖ്, ശ്രീ ടി ജി മോഹൻദാസ്, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ഫക്രുദ്ദീൻ അലി.